പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ സ്ഥിരജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. കേരള ഗവൺമെന്റിന്റെ ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയായിട്ടുള്ളതും എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തതുമായ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 35,600 രൂപ മുതൽ ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ള ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 43 വയസ്സുവരെയാണ്. നമുക്ക് ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ടത് എങ്ങനെ, യോഗ്യത, പ്രായപരിധി, ശമ്പള സ്കെയിൽ, ആർക്കൊക്കെ അപേക്ഷിക്കാം തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള PSC മുഖേനയാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഏപ്രിൽ 29 കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ആരോഗ്യ വകുപ്പിന് കീഴിൽ ഡെന്റൽ ഹൈജീനിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത്. ഈ തസ്തികയുടെ ശമ്പള സ്കെയിൽ 35,600 രൂപ മുതൽ 75,400 രൂപ വരെയാണ്. കാറ്റഗറി നമ്പർ 15/2026 11ാമത് NCA നോട്ടിഫിക്കേഷനാണ്. കേരള സംസ്ഥാനത്തിലെ ധീവര സംവരണ വിഭാഗത്തിൽപ്പെട്ട നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 43 വയസ്സ് വരെയാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1983 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇനി അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ നോക്കാം. ഈ തസ്തികയിലേക്കുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഉദ്യോഗാർത്ഥി SSLCയോ തത്തുല്യമായ പരീക്ഷയോ വിജയിച്ചിരിക്കണം എന്നുള്ളതാണ്. കൂടാതെ തിരുവനന്തപുരം ഡെന്റൽ കോളേജിൽ നടത്തുന്ന ഡെന്റൽ ഹൈജീനിസ്റ്റ് കോഴ്സോ തത്തുല്യമായ പരീക്ഷയോ വിജയിച്ചിരിക്കണം. ഈ പറഞ്ഞ 2 യോഗ്യതകളുള്ള ധീവര സമുദായത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 ഏപ്രിൽ 29 കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്ക് സെലക്ട് ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. അതിനുശേഷം യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് അവരവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് പ്രൊഫൈലിലെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഓപ്പൺ ചെയ്ത് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്താൽ ഇതിലേക്ക് എലിജിബിൾ ആയവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ തസ്തികയുടെ കാറ്റഗറി നമ്പറിന് നേരെയുള്ള ചെക്ക് എലിജിബിലിറ്റി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണോ എന്ന് അറിയാവുന്നതാണ്. കേരള PSCയുടെ വിവിധ തസ്തികകളിലെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ഏപ്രിൽ 29 മുമ്പായി തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.